എല്ലാ കണക്കൂട്ടുകളൊക്കെ തെറ്റി. അത്രേ ഉള്ളൂ. നിങ്ങളെ കണക്ക് കേട്ട് തരും. ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. സലീമേ, ഇന്നലെ നിങ്ങളുടെ കബഡി നിർത്തുമ്പോ കൈയൊന്ന് വലിച്ചു. വയസ്സായി വരികയല്ലേ, കുറച്ച് കോയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ മതി. സലീമേ, എന്ത് പറ്റി നമ്പൂരിച്ച? ഒന്ന് വീണു. നിങ്ങളോ? എന്താ എനിക്ക് വീണൂടെ? അല്ല, നിങ്ങളെ പോലെ വലിയൊരാള് അടി തെറ്റിയ ആനയും വീഴും. മൂക്കൂത്തിയിട്ടാണോ വീണത്? മൂക്കൂത്തില്ലായിരുന്നു, രണ്ട് കടുക്കന് മാലയിട്ടാ വീണത്. അല്ല, ഇങ്ങനെ വീണതെന്ന്. ഒരു 7 ഇല്ലത്തേക്ക് മതിയോ കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പെന്ന് ചോദിച്ചാൽ തലയും പാലും ഉള്ള പാമ്പായിരുന്നു. അല്ല, കണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ ഇനി കണ്ടിട്ടുണ്ടോ? ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. പാമ്പ് ഇരിക്കണല്ല, ഏഴതായിരുന്നു. എന്നാൽ ആ പാമ്പ് ഏത് ജാതിയിൽപ്പെട്ട പാമ്പായിരുന്നു? ജാതിയാ? നെറ്റിമൊരു കുറിയുണ്ടായിരുന്നു. അപ്പൊ അയ്യക്കാരാവും. ബെസയുള്ള പാമ്പായിരുന്ന ബെസയില്ലാത്ത പാമ്പായിരുന്നു? കടിച്ചാലല്ലേ അറിയൂ. ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലിയാണ്, ഇത്ര നീളമുണ്ട്, ഇത്ര മണ്ണുണ്ട്. നീളത്തിലും മണ്ണത്തിലും എന്ത് കാര്യം ആചാര്യ? കൊത്തിയ മയ്യത്താവൂലേ? നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ. കാഴ്ചകളായി പോയി നോക്കി. നമ്മളെ പുരയില് പാമ്പ് കേറിയിട്ടില്ല. അറിയാം. നമ്മള് കണ്ടിട്ടില്ല. കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ?